അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. അമ്മാ ബഅദ്. ബഹുമാനപ്പെട്ട രക്ഷിതാക്കളെ, ഗുരുനാഥന്മാരെ, മറ്റു പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അസ്സലാമു അലൈക്കും. 1994 ഉദയം ചെയ്ത നിബ്രാസിന്റെ 18ാമത് ഫെസ്റ്റിലാണ് നാം സംവദിച്ചിരിക്കുന്നത്. ഇവിടെ മാറിവരുന്ന സമൂഹവും മാറ്റങ്ങളും എന്ന കാലോചിതമായ വിഷയത്തെക്കുറിച്ച് സംവദിക്കാനാണ് എനിക്ക് അവസരം ലഭിച്ചത്. അനന്തകോടി സൃഷ്ടികളിൽ ഏറ്റവും ശ്രദ്ധേയ സ്ഥാനമുള്ള മനുഷ്യ സമൂഹത്തെ ഇതര ജീവികളിൽ നിന്നും വ്യതിരക്തമാക്കാനുള്ള കാരണമെന്താണ്? ഈ ചോദ്യത്തിന് വിവേകമെന്ന മറുപടിയിലുപരി മറ്റൊന്നിനും തന്നെ പ്രസക്തിയില്ല. കായിക ബലം, വലിപ്പം തുടങ്ങിയ ഒട്ടേറെ ഗുണങ്ങളിൽ മനുഷ്യനെ കവച്ചുവെക്കാൻ പ്രാപ്തിയുള്ള ജന്തുക്കളിൽ നിന്നും മനുഷ്യൻ ഉന്നതനായതും വിവേകം കൊണ്ട് തന്നെയാണ്. വിവേകമെന്ന അനുഗ്രഹത്തിന്റെ പ്രായോഗികതയിലൂടെ സാമ്പത്തിക, വൈജ്ഞാനിക, ശാസ്ത്രീയ മണ്ഡലങ്ങളെ കൈവലയത്തിലൊതുക്കാൻ മനുഷ്യന് സാധിച്ചു. ആകാശഗംഗയിലൂടെ പാറിപ്പറക്കാനും ആഴിയുടെ ഗർത്തത്തിൽ ഊളിയിടാനും മറ്റു ഗ്രഹങ്ങളിൽ പഞ്ചനക്ഷത്ര ഹോട്ടലുകൾ സ്ഥാപിക്കാനും മനുഷ്യന് സാധിച്ചു. ഇന്റർനെറ്റും ക്ലോണിങ്ങുമെല്ലാം അവന്റെ ചിന്താ ആശയത്തിൽ ഉദിക്കുന്ന ആശയങ്ങൾ തന്നെ. മാറ്റങ്ങളുടെ അതിപ്രയാണം തുടരുമ്പോഴും മാറ്റങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല എന്ന സത്യമാണ് നമുക്ക് ബോധ്യപ്പെടുന്നത്. വിശുദ്ധ ഖുർആനിലെ 114 അധ്യായങ്ങളിൽ 25-ൽ പരം അധ്യായങ്ങളുടെയും പേരുകൾ പ്രകൃതിയുമായി ബന്ധപ്പെട്ടതാണ്. പ്രകൃതിയെ സംരക്ഷിക്കേണ്ട ചുമതല മനുഷ്യ സമൂഹത്തിൻ്റെതാണ്. മനുഷ്യ നിലനിൽപ്പിന് ആവശ്യമായ ഓക്സിജൻ